രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു പരിധി വരെയെങ്കിലും ജനങ്ങൾ വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വെച്ചുകൊണ്ട് അനുകൂലമായിട്ടുള്ള വോട്ട് നേടിയെടുക്കുക. ഇപ്പൊ സതീശൻ പറയുന്ന 10 സ്ഥലങ്ങളിലെ ഡീല് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടും അദ്ദേഹം മനസ്സിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഇന്ന സ്ഥലങ്ങളിൽ ഇതാ ഡീൽ എന്ന് പറയണം. നേരത്തെ കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രൂപത്തിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചതിന് കാര്യം അത് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പാലക്കാട്ട് UDFന്റെ വോട്ട് ഭിന്നിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ LDF സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വെച്ചപ്പോൾ അത് BJP CPM അല്ല BJP LDF ഡീലാണ് എന്നാണ്. ഇത് എങ്ങനെയാണ്? UDFന്റെ വോട്ട് ഭിന്നിപ്പിക്കാൻ തന്നെയാണല്ലോ CPM ആണെങ്കിലും BJP ആണെങ്കിലും ശ്രമിക്കുക. ഇതേ കാര്യമാണ് UDFും ശ്രമിക്കുക. LDFന്റെ വോട്ടോ അല്ലെങ്കിൽ NDAയുടെ വോട്ടോ ഒക്കെ ഭിന്നിപ്പിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതുകൊണ്ടാണ് കളം മാറി ചാടിയിട്ടുള്ള G. സുധാകരനും TK ഗോവിന്ദനും അതേപോലെ തന്നെ ഇപ്പുറത്ത് ശശിക്കുമൊക്കെ PK ശശിക്കുമൊക്കെ സീറ്റ് കൊടുക്കുകയും അവരെ തങ്ങളുടെ പക്ഷത്ത് ചേർത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നതിന് കാരണം ഈ വോട്ട് ഭിന്നിപ്പിക്കലാണ്. ആ ഭിന്നിപ്പിക്കൽ ശ്രമം എല്ലാ പാർട്ടികളും നടത്തേണ്ടതുമാണ്. കാരണം ജയിക്കാനാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്.